നമസ്തേ ഓൾ. നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഓർഡർ ഡിഗ്രി എന്താണെന്ന് നോക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ, ഒരു ഫസ്റ്റ് ഓർഡറിലുള്ള ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെയാണ് കാണുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് ജനറൽ സൊല്യൂഷൻ ഉണ്ട്, പർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉള്ള സൊല്യൂഷനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ആർബിട്രറി കോൺസ്റ്റൻറ്റ് സിക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ, ഒരു സ്പെസിഫിക് വാല്യൂ നമ്മൾ കൊടുക്കുമ്പോഴാണ് അതിന് ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതാണ്. പല മെത്തേഡുകളുണ്ട്. ഫസ്റ്റത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുന്ന മെത്തേഡാണ് പറയുന്നത്. ഫസ്റ്റ് മെത്തേഡാണ് പറയുന്നത് വേരിയബിൾ സെപ്പറബിൾ ഫോം. വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. dy/dx = y എന്നതാണ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ, ഇതിന് നമ്മൾ രണ്ട് സൈഡിലും, അതായത് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഒരേപോലെയുള്ള വേരിയബിളാക്കി മാറ്റും. അതായത് ഒരു സൈഡിൽ വൈയുടെയും ഒരു സൈഡിൽ എക്സിൻ്റെയും രീതിയിലാക്കി മാറ്റും. അപ്പോൾ എക്സിൻ്റെ ടേംസിനെ ഒരു സൈഡിലും വൈയുടെ ടേംസിനെ ഒരു സൈഡിലാക്കുക. ഡിവൈയുടെ ടേംസ് ഒരു സൈഡിൽ, ഡി എക്സിൻ്റെ ടേംസ് ഒരു സൈഡിൽ, ആ രീതിയിലാക്കുക. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? dy/y = dx എന്നെടുക്കാം. ഓക്കെ, ഇനി രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ dy/y = ഇൻ്റഗ്രൽ dx എന്ന് വരും. ഇനി നമുക്ക് ഇൻ്റഗ്രൽ വാല്യൂസ് നമുക്ക് അറിയാവുന്നതാണ്. 1/y ഡിവൈയുടെ വാല്യൂ log y ആണ്. ഇൻ്റഗ്രൽ ഓഫ് 1 dx എന്ന് പറഞ്ഞാൽ x ആണ്, പ്ലസ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് c. ഈ സിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോഴാണ് ഇതിന് പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടുക. പ്ലസ് സി, അതായത് log y = x + c എന്ന് പറയുന്ന ഈ ഇക്വേഷനാണ് നമുക്ക് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളൊരു രീതിയിലേക്ക് y = എന്നുള്ള ഫോമിലോട്ട് മാറ്റി എഴുതിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. രണ്ട് സൈഡിലും എക്സ്പൊണൻഷ്യൽ എടുക്കും. എക്സ്പൊണൻഷ്യൽ എടുക്കുമ്പോൾ ഇവിടെ e⁻log y എന്ന് വരും, = e⁻x + c എന്ന് വരും. e⁻log yയുടെ വാല്യൂ എന്താണ്? y ആണ്. e⁻x + c എന്താണ്? സ്പ്ലിറ്റ് ചെയ്യുകയാണ്. e⁻x × e⁻c എന്നുള്ള ഫോമിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി e⁻c എന്നുള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലേ, അതിന് ഒരു c1 വെച്ച് നൊട്ടേറ്റ് ചെയ്യുകയാണ്. സോ y = c1 × e⁻x എന്നായിരിക്കും ഇവിടുത്തെ ഇതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ സിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഇതാണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിയുടെ ഡിഫറെൻറ്റ് വാല്യൂസിനനുസരിച്ച് ഇതിന് പല പർട്ടിക്കുലർ സൊല്യൂഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. c1ൻ്റെ വില മാറുന്നതനുസരിച്ച് ഇത് ഓരോ കർവുകളാണ്. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി കർവ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. dx/x = tan y × dy. അതിനെ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റാം. ഇവിടെ നോക്കിയാൽ dx/x = tan y × dy തന്നിരിക്കുന്നത് ശരിക്കും വേരിയബിൾ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന രീതി തന്നെയാണ്. ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡിലും. രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇൻ്റഗ്രൽ 1/x dx എന്നാണ് ഇവിടെ വരിക. ഇത് ഇൻ്റഗ്രൽ tan y dy എന്ന് വരിക. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് log x വരും. tan yയുടേത് -log of cos y + c എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ log of cos y-നെ എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കും. അപ്പോൾ log x + log of cos y = c എന്ന് വരും. ഇനി log a + log b നമുക്കറിയാം. log a + log b യുടെ വാല്യൂ എന്താണ്? log of ab ആണ് അല്ലേ. log of abക്ക് അതിന് പകരം x × cos y എന്നിവിടെ കൊടുക്കും. log of x × cos y = c എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ ഈ പവർ എടുക്കുക, അതായത് എക്സ്പൊണൻഷ്യൽ എടുക്കുമ്പോൾ എന്ത് ലോഗ് പോവും? x cos y = e⁻c എന്ന് വരും. e⁻c ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിനെ c1 എന്ന് വെച്ചു. ഓക്കെ, ദെൻ x cos y = c1 എന്നായിരിക്കും ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. dy/dx = 2xy. ഇവിടെ അതുപോലെ തന്നെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. dy/dx = 2xy. അപ്പോൾ വൈയുടെ ടേംസിനെ ഒരടുത്താക്കുക, എക്സിൻ്റെ ടേംസിനെ ഒരടുത്താക്കുക. അപ്പോൾ dy/y = 2x × dx എന്ന് വരും. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ log y = 2xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? x² ആണ് അല്ലേ. സോ x² പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ log e എന്നുള്ള ഫോമിൽ എഴുതി. അതിവിടെ ഒരുപോലെ എഴുതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. log e എന്ന് കൊടുത്തു. ഇനി വീണ്ടും ഈ പവർ എടുത്താൽ y = a × e⁻x² എന്നുള്ള രീതിയിൽ നമുക്കിവിടെ എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ.
The general solution of the equation dy by dx equal to minus xy is options are x square plus y square equal to a square, x square minus y square equal to a square, x equal to minus y, x plus y equal to a. അതാണ് ഓപ്ഷൻസ്. ഓക്കെ, അപ്പം തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? dy by dx equal to minus of x by y. രണ്ട് സൈഡും നോക്കുക ഒരേപോലെയാണോ, വേരിയബിൾസ് ഒന്നേനല്ല. അപ്പോൾ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. സോ y ഇൻറ്റു ഡി വൈ ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ വൈ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മൈനസ് എക്സ് ഡി എക്സ് എന്ന് കൊടുക്കാം. അതായത് ഇൻ്റഗ്രൽ വൈ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ബൈ ടു, ദെൻ ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് എ വൺ കൊടുത്തു. ഇനി ഈ മൈനസ് എക്സ് സ്ക്വയർ ബൈ ടുവിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് വൈ സ്ക്വയർ ബൈ ടു ഈക്വൽ ടു എ വൺ എന്ന് വരും. അതായത് ഇവിടെ ഈ ടുവിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ ടു എ വൺ ആവും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ടു എ വൺ. അതിന് പകരം ഒരു കോൺസ്റ്റൻറ്റ് എ സ്ക്വയർ വെച്ച് മാറ്റി എഴുതി. കാരണം നമ്മുടെ ഓപ്ഷൻസിൽ എ സ്ക്വയറിൻ്റെ ഫോമിലാണ് കോൺസ്റ്റൻറ്റ് കിടക്കുന്നത്. സോ ഇവിടെ ടു എ വണ്ണിന് പകരം എന്ത് കൊടുത്തു? ഒരു എ സ്ക്വയർ കൊടുത്തു. സോ മാച്ചിങ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. dy by dx plus y equal to 0. dy by dx plus y equal to 0. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? dy by dx equal to minus y. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ dy by minus y equal to dx. എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡിലും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ലോഗ് വൈ എന്നിവിടെ വരും. ഇത് എക്സ് വരും. കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി എന്ന് കൊടുത്തു. ഓക്കെ, ഇതിനെ ലോഗ് വൈ ഇൻവേഴ്സ് എന്ന് കൊടുക്കാം. മൈനസ് ഓഫ് ലോഗ് വൈ എന്നുള്ളതിനെ ലോഗ് വൈ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഇവിടെ ഇനി ഇ പവർ എടുക്കുകയാണെങ്കിൽ ഇ പവർ ലോഗ് വൈ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് വരും. അതായത് വൈ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി. വൈ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? 1/y ആണ്. 1/y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി. അതായത് y ഈക്വൽ ടു എന്ത് വരും? 1/e റേസ് ടു എക്സ് പ്ലസ് എന്ന് വരും. അതായത് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് സി എന്ന് അതിനെ എഴുതാം. ഇനി ഇ റേസ് ടു മൈനസ് സി ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിനെ C1 വെച്ച് എഴുതി. സോ y ഈക്വൽ ടു C1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്നായിരിക്കും ആൻസർ വരിക. The solution of the differential equation x into sine of y by x into dy minus y into sine of y by x minus x dx equal to 0. Options: cos of y by x equal to 0, sine of y by x equal to 0, cos of y by x minus log x equal to constant, sine of y by x minus log x equal to constant. ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാനാണ് പറയുന്നത്. ഇക്വേഷൻ എഴുതി ഞാൻ എക്സ് ഇൻറ്റു സൈൻ ഓഫ് വൈ ബൈ എക്സ് ഇൻറ്റു ഡി വൈ മൈനസ് വൈ ഇൻറ്റു സൈൻ ഓഫ് വൈ ബൈ എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 0 എഴുതി. ഇനി എന്നിട്ട് ഈ ടേമിനെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ള ഫോമിൽ ഇതിനെ എഴുതി. ഓക്കെ, അപ്പോൾ dy by dx എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ രീതിയിൽ എഴുതാം. ഇനി എന്ത് ചെയ്യും? ഫസ്റ്റ് ന്യൂമറേറ്ററിൽ നമ്മളൊരു എക്സ് കോമൺ എടുക്കും. എക്സ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ എക്സിൻ്റെ ടൈം ഇല്ല. അപ്പോൾ y ബൈ എക്സ് എന്ന് എഴുതേണ്ടി വരും. y ബൈ എക്സ് ഇൻറ്റു സൈൻ ഓഫ് y ബൈ എക്സ് മൈനസ് 1 എന്ന് വരും. താഴെ ഒരു എക്സ് ഇൻറ്റു സൈൻ ഓഫ് y ബൈ എക്സ് ഉണ്ട്. അപ്പോൾ ഈ എക്സും എക്സും എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്ത് കളയണം. ഇനി എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഈ y ബൈ എക്സ് എന്നുള്ള ടൈമിന് ഞാനൊരു തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഓക്കെ, y ബൈ എക്സിന് തീറ്റ കൊടുത്താൽ dy ബൈ ഡി എക്സ് എന്ത് വരും? dy ബൈ ഡി എക്സ് എന്ത് വരും? തീറ്റ ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ് ആണ്. അപ്പം ഈ dy ബൈ ഡി എക്സിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? തീറ്റ പ്ലസ് എക്സ് ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ് കൊടുക്കാം. ഇനി ഇവിടെ y ബൈ എക്സിൻ്റെ ഒക്കെ പ്ലേസിൽ എന്ത് കൊടുക്കുക? തീറ്റ കൊടുക്കുക. തീറ്റ കൊടുക്കുമ്പോൾ തീറ്റ ഇൻറ്റു സൈൻ ഓഫ് തീറ്റ മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് വരും. ഇനി നമുക്ക് തീറ്റ പ്ലസ് എക്സ് ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ് ഈക്വൽ ടു തീറ്റ സൈൻ തീറ്റ മൈനസ് 1 സൈൻ തീറ്റ എന്ന് വരും. അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ തീറ്റ സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ സൈൻ തീറ്റ കട്ട് ചെയ്ത് പോയി. ദെൻ മൈനസ് 1 ബൈ സൈൻ തീറ്റ എന്ന് വരും. അതിനെ കൊസൈക് തീറ്റ എന്ന് എഴുതി. ഓക്കെ, ഇനി എക്സ് ഇൻറ്റു ഡി തീറ്റ ബൈ ഡി എക്സ് ഈക്വൽ ടു രണ്ട് സൈഡിലും തീറ്റ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി മൈനസ് കൊസൈക് തീറ്റ എന്ന് വരും. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് മൈനസ് കൊസൈക് തീറ്റ ഡി തീറ്റ ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ് എന്നുള്ള രീതിയിൽ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? മൈനസ് 1 ബൈ കൊസൈക് തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കാം? മൈനസ് സൈൻ തീറ്റ എന്ന് കൊടുക്കാം അല്ലേ? ഡി എക്സ് ബൈ എക്സ് വരും. റൈറ്റ് സൈഡിൽ രണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് എന്ന് വരും.
ഇൻ്റഗ്രൽ ഓഫ് മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ എന്താണ്? കോസ് തീറ്റയാണ്. കോസ് തീറ്റ ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ, അതായത് തീറ്റയ്ക്ക് വേറെ എന്തെങ്കിലും തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ വൈ ബൈ എക്സിനാണ് തീറ്റ കൊടുത്തിരുന്നത്. അപ്പോൾ കോസ് ഓഫ് വൈ ബൈ എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി എന്ന് വരും. സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നോക്കാം. ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx ഈക്വൽ ടു 3x square y raised to 4 പ്ലസ് 2xy all divided by x square minus 2x cube y cube. ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ dy by dx ഈക്വൽ ടു 3x square y raised to 4 പ്ലസ് 2xy all divided by x square minus 2x cube y cube എന്നാണ്. ഇതിനെന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രീതിയിൽ വരും. എന്നിട്ട് ഈ ഇക്വേഷനെ മൊത്തം വൈ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വൈ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ വരും. ഓക്കെ, ഇനി ഓരോ ടേമിനെയും വൈ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ മൈനസ് 2x ക്യൂബ്, ഇവിടുത്തെ ഒരു വൈ ക്യൂബ് ഉണ്ട്, വൈ സ്ക്വയർ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയാൽ ന്യൂമറേറ്ററിൽ വൈ വരും. ഇൻറ്റു ഡി വൈ, റൈറ്റ് സൈഡിൽ എന്ത് വരും? 3x സ്ക്വയർ വൈ റൈസ് ടു 4ൽ ഒരു വൈ റൈസ് ടു 2 ക്യാൻസൽ ആവും. ബാക്കി വരുന്ന വൈ സ്ക്വയർ വരും. ഒരു 2xy ബൈ ഇൻറ്റു വൈ ബൈ വൈ സ്ക്വയർ ആണ്. സോ ഒരു വൈ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 2x ബൈ വൈ ഇൻറ്റു ഡി എക്സ് എന്നുള്ള ഫോമിൽ വരും. നമ്മളിത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ വൈ എന്നുള്ള ഫോമാണ്. അതായത് ഇതിൻ്റെ ഈ രീതിയിലുള്ളതിനെ നമുക്ക് ഡി ഓഫ് എക്സ് ക്യൂബ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ എന്നുള്ള രീതിയിൽ എഴുതാം. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് നോക്കും. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഒരു ടേം ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ്. ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഈ ടേം ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പം ഇതാണ് നമ്മുടെ എക്സ് ക്യൂബ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ വൈ ഈക്വൽ ടു സി എന്നുള്ളതാണ് അവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് dy by dx പ്ലസ് 1 by x ഇൻറ്റു വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ജനറൽ ഇക്വേഷൻ എഴുതുക. dy by അതായത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുക. dy by dx പ്ലസ് 1 by x ഇൻറ്റു വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. എന്ത് ചെയ്യും? ത്രൂ ഔട്ട് ഇക്വേഷനെ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ത്രൂ ഔട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു dy by dx പ്ലസ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ള ഫോമിലായി. ഇവിടെ നോക്കി, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിൽ ഇതിന് എഴുതാൻ പാടില്ലേ? ലെഫ്റ്റ് LHS തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ 1 ആയിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് വരും. അതിന് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് പോയിക്കോളും. സോ എക്സ് വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് എന്ന് വരും. ഓക്കെ, ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് എന്ന് വരും. സോ എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 4/4 ആണ്. പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി കൊടുത്തു. സോ എക്സ് വൈ ഈക്വൽ ടു എക്സ് റൈസ് ടു 4/4 പ്ലസ് സി എന്ന് വരും ആൻസർ. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരും. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോം വളരെ എല്ലാ വർഷങ്ങളും കാണാറില്ല. എന്നാലും അത് വിട്ടുകളയേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. രണ്ട് സൈഡിലും വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക, ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്ന ഫോർമാറ്റ് ഏതാണെന്ന് നോക്കിയിട്ട്, അപ്പോൾ ഇതുവരെ വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സാമിന് വന്ന ടൈപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ചോദിക്കാറുള്ളതും ഗേറ്റിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.